നമ്മൾ വന്നിരിക്കുന്നത് സ്മാർട്ട് വാച്ച് അൺബോക്സിങ്ങുമായിട്ടാണ്. അതായത് നമ്മുടെ JSS എന്ന കമ്പനി M58 സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ ഒരു ക്ലോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സ്ട്രാഫിൻ്റെ ഡിസൈനൊക്കെ നമ്മുടെ അൾട്രാ സ്മാർട്ട് വാച്ചിൻ്റെ പോലെ തന്നെയുണ്ട്. ഇത് കളർ ഞാൻ മേടിച്ചിരിക്കുന്നത് വെച്ചാൽ ഓറഞ്ച്, നമ്മുടെ ഒരു ആപ്പിളിൻ്റെ രീതിയിലാണ്. നമ്മുടെ ഇതിൽ ബ്ലാക്കും അവൈലബിൾ ആണ്, കളറായിട്ട് ബ്ലാക്കും അവൈലബിൾ ആണ്. ഇതിന് 2 ബുക്ക് ചെയ്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം അൺബോക്സ് ചെയ്യാം. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ ഇത് എക്സസൈസ് ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് എക്സസൈസ്, ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ, കലോറീസ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങും, ബ്ലഡ് പ്രഷർ, ലുക്കിംഗ് ഫോർ ബെസ്റ്റ്, ബ്ലൂടൂത്ത് സ്ലീപ്പ് മോണിറ്റർ, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, മെസ്സേജ് നോട്ടിഫിക്കേഷൻ, അങ്ങനെ നമ്മുടെ ഒട്ടുമിക്ക സ്മാർട്ട് വാച്ചിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫോൺ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ആപ്പിൾ വാച്ചിൻ്റെ ഒരു സെയിം ലുക്ക് എന്ന് പറയാം. ഇന്ന് നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഗൈസ് നമ്മൾ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുവാണ്. യെസ് ഗൈസ്, നമ്മുടെ ആപ്പിളിൻ്റെ രീതിയിൽ അതേ സ്ട്രാഫാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അതായത് നമുക്ക് നല്ലപോലെ ഇത് സ്ട്രെച്ച് ചെയ്തിട്ടും മടക്കിയിട്ടും നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടൈപ്പാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമ്മുടെ ആ ഒരു അൾട്രയുടെ ആ ഒരു സ്ട്രാഫ് വാച്ചിൻ്റെ സൈസിൽ തന്നെയാണ്. യെസ്, നമ്മുടെ വാച്ചിലേക്ക് വരാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ചാർജർ. അതായത് കേസൊക്കെ കാണുമ്പോൾ പറയാം നമ്മുടെ നോർമൽ വാച്ച് ചാർജ് ചെയ്യുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഇൻസ്ട്രക്ഷൻ മാനുവൽ. എളുപ്പമുണ്ട്. കേസ് ഇതെന്താണോ എന്തോ ഒന്ന് അതതിൻ്റെ എന്തോ ടാഗാണ്. അപ്പോൾ നമ്മൾ ഇതെൻ്റെ ആപ്പ് ഹൈഫ്രൈ എന്ന് പറഞ്ഞ ഈ കമ്പനീൻ്റെയാണ് ആപ്പ് വരുന്നത്. ഇനി നമുക്ക് നേരെ സ്മാർട്ട് വാച്ചിലേക്ക് കിടക്കാം. നമ്മുടെ സ്മാർട്ട് വാച്ച് യെസ് മോനെ ഗൈസ്, ഇത് പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ആ ഒരു കളറ് കണ്ടോ, നല്ല ലുക്ക് വരുന്നുണ്ട്. നമുക്കിത് ഓണാക്കി നോക്കാം. യെസ്, ഓണായി വരുന്നുണ്ട്. യെസ്, പെട്ടെന്ന് ഓണായി, വലിയ താമസമുണ്ട്. ഗൈസ്, ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസസ് വരുന്നത്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സെക്ഷനൊക്കെ ഒന്ന് മാറ്റി നോക്കാം. പലതും ടച്ചൊക്കെ വച്ചിരി ഇതിൽ കുഴപ്പമില്ലാത്ത സെൻസിറ്റിവിറ്റി തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കോണ്ടാക്റ്റ്, മെസ്സേജ് അതെല്ലാം വരുന്നുണ്ട്. നമുക്കിത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതല്ല, ക്രൗൺ കറങ്ങുന്നതേ ഉള്ളൂ, വർക്ക് ചെയ്യുന്ന ടൈപ്പ് അല്ല. യെസ് ഗൈസ്, ഇത് വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ക്രൗൺ കറങ്ങുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസസ് ഉണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ കൂട്ട് ആ ഒരു സെയിം വാച്ച് ഫേസ് വരുന്നുണ്ട്. പിന്നെ ഇതിന് പോരായ്മയെന്ന് പറഞ്ഞാൽ നല്ല ബെസൽസ് കാണിക്കുന്നുണ്ട്. നല്ല ബെസൽസ് ഉണ്ട് ചുറ്റും. അടിയിൽ നല്ല കൂടുതൽ ബെസൽസ് ഉണ്ട്. ഇതുണ്ടോ, കാണുമ്പോൾ നല്ല രീതിയിൽ ബെസൽസ് ഉണ്ട്. അതാണ് ഇത് കണ്ടിട്ടൊരു പോരായ്മ. ചില്ലൊക്കെ കണ്ടിട്ട് നല്ല ചില്ലാണ്. പിന്നെ LCD പാനലായിരുന്നു വരുന്നത്, അതുകൊണ്ട് ക്ലിയറൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ ഇതിനകത്ത് സാധാ വാച്ചിലുള്ള ഹാർട്ട് റേറ്റും എല്ലാം കാണിക്കുന്നുണ്ട്, സെയിം വെച്ചാണ്. നമുക്കിതിൻ്റെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്തൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്ട്രാഫൊക്കെ ഒന്ന് ഇട്ട് നോക്കാം. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നല്ലൊരു സ്ട്രെച്ചബിലിറ്റിയും എല്ലാം വിസിബിൾ എല്ലാം കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. നമുക്കിത് ജസ്റ്റ് ഒന്ന് കയ്യിലൂടെ ഒന്ന് ഇട്ട് നോക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് സ്ട്രാഫ്. നല്ല സ്ട്രൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, പെട്ടെന്നൊന്നും ലൂസാവുന്നില്ല. ജസ്റ്റ് ഒന്ന് മറ്റേ ബട്ടൺ ടൈപ്പ് അല്ലേ ഇതിങ്ങനെ, സാധാ വാച്ച് പോലെ തന്നെ ഇങ്ങനെ കയറ്റിയിടുന്ന ടൈപ്പാണ്. എൻ്റെ വേറെ ഇരിക്കുന്ന വാച്ച് എന്ന് പറഞ്ഞാൽ ബട്ടൺ പോലെ ഇരിക്കുന്ന ടൈപ്പ്. അത് ആപ്പിളിൻ്റെ ഒക്കെ രീതിയിൽ ജസ്റ്റ് കയറ്റിയിടുന്ന ഒരു ഫാഷനാണ്. ഇത് ഒരു കുഴപ്പമില്ല, നല്ല പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഒരു കയ്യൊക്കെ കിട്ടിയ ഒരു ആപ്പിൾ വാച്ചാണെന്നേ പറയുള്ളൂ. പിന്നെ ഓണാക്കുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആപ്പിൾ വാച്ചിൻ്റെ പക്ഷേ ഇതിന് നല്ല ബെസൽസ് ഉണ്ട്, അതാണ് കുഴപ്പം. പിന്നെ സാധാ ഉള്ളത് നമുക്കിത് ആവറേജ് നല്ല. പിന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് കോളിംഗ് എല്ലാം വരുന്നുണ്ട്, സ്പീക്കേഴ്സ്, മൈക്ക് എല്ലാം സെറ്റപ്പും കിട്ടുന്നുണ്ട്. മൈക്കുണ്ട്, പിന്നെ അതുപോലെ സ്പീക്കറും ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ഇതിൻ്റെ ചാർജിങ്ങോട് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്കിത് ചാർജ് ചെയ്ത് നോക്കാം. നമുക്ക് ഇതെല്ലാം മാറ്റി വെക്കാം. എന്നിട്ട്
നേരെ ചാർജിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവലുണ്ട്, സ്കാനറൊക്കെ വെച്ച് സ്കാൻ ചെയ്ത് നമുക്ക് ആപ്പും ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമുക്ക് ചാർജിങ്ങിന് കിട്ടും. ഒരു ബോക്സി ടൈപ്പ് ചാർജറാണ് വരുന്നത്. അത് ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് വാച്ചിനും ഉള്ള ഒരു ടൈപ്പ് ചാർജറാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഒരു രീതി. സാധാരണ നോർമൽ സ്മാർട്ട് വാച്ച്, അതായത് സാധാരണ ഒരു നോർമൽ സ്മാർട്ട് വാച്ച് പോലെ തന്നെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ആ ഒരു ലുക്ക് നമ്മുടെ ആപ്പിൾ S23 ആപ്പിൾ വാച്ച് അൾട്രയുടെ ഒരു സ്ട്രാഫാണ് വരുന്നത്. പിന്നെ എൻ്റെ ആ ഒരു ബോഡി വ്യത്യാസമുണ്ട്. സാധാ ഒരു വാച്ച് 7 വാച്ച് 6ൻ്റെ ഒരു ഫേസാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. നമുക്ക് ഇതിൻ്റെ ആപ്പൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്കിതിൻ്റെ ആപ്പൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ആപ്പ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ കയറി ഇത് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ആപ്പാണ്. നമുക്കിതിനകത്ത് എല്ലാ ഫിറ്റിങ്സും അവർ തരുന്നുണ്ട്. നമുക്കിത് ഹൈഫൈ എന്ന് പറഞ്ഞാൽ എല്ലാ സെർച്ച് ചെയ്താലും കിട്ടും. HRYFI എന്നാണ് ഈ ഒരു ആപ്പിൻ്റെ പേര്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഗൈസ് ഈ ഒരു വാൾപേപ്പറിനൊരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ആപ്പിൾ വാച്ചിൻ്റെ സെയിം പോലെ തന്നെ തൊടുമ്പം കളറിൻ്റെ ആ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. നമ്മളിത് വെളിയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഒരു 800 രൂപ ഇതിൻ്റെ വില വരുന്നുള്ളൂ.